നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 10ാമത്തെ ദശകം 9ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലോണം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം പുതിയ ക്ലാസ് കിട്ടാൻ. നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാഃ കുർവൻ നിജാനനഗണാ ചതുരാനനോസോ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാനവം സ്തവ പദാംബുജമാശ്രിതോ ഭൂത്. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കാം നമുക്ക്. വേദാൻ പുരാണ നിവഹാൻ പ്ലസ് അഭി. അപ്പോൾ പുരാണ നിവഹാനഭി സർവവിദ്യാഃ കുർവൻ നിജാനന ഗണാ ചതുരാനന അസൗ. നിജാനന ഗണ ചതുരാനന അസൗ എന്ന് വരും. പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം. പിന്നെ അപ്രാനുവൻ തവ. അപ്രാനുവൻ പ്ലസ് തവ വായിക്കുമ്പോൾ അപ്രാനുവം സ്തവ എന്നേ വായിക്കുള്ളൂ. പദാംബുജം ആശ്രിത അഭൂത്. ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ അസൗ ചതുരാനനഃ ചതുരാനനോസോ എന്നുള്ളത്തെ അസൗ ചതുരാനന പറഞ്ഞാൽ ആ ചതുരാനനൻ പറഞ്ഞാൽ ബ്രഹ്മാവ്, 4 മുഖമുള്ളവൻ ബ്രഹ്മാവ്. അദ്ദേഹം നിജാനന ഗണാത്. നിജ ആനന പറഞ്ഞാൽ തൻ്റെ മുഖം, തൻ്റെ ഗണങ്ങളിൽ നിന്ന്, 4 മുഖങ്ങളിൽ നിന്ന് എന്നർത്ഥം. വേദാൻ അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. പിന്നെ വേദങ്ങളെയും പുരാണ നിവഹാൻ പുരാണ സമൂഹങ്ങളെയും സർവവിദ്യ അഭി എല്ലാ വിദ്യകളും കുർവൻ നിർമ്മിക്കുന്നവനായി ആ ബ്രഹ്മാവ്. എന്നിട്ട് തേഷു പുത്രേഷു ഇതൊക്കെ നിർമ്മിച്ചിട്ട് തൻ്റെ പുത്രൻ, മുമ്പ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പഠിച്ച ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ നിന്ന് തന്നിൽ നിന്നും തന്നെ ഉണ്ടായ പുത്രന്മാരിൽ അതെല്ലാം സമർപ്പിക്കുകയാണ്. കാരണം ഇത്രയും പുത്രന്മാരുണ്ടാക്കിയിട്ടും സൃഷ്ടിച്ചിട്ടും ഒന്നും സൃഷ്ടിവർദ്ധന നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് ജ്ഞാനമുണ്ടാകട്ടെ, എല്ലാത്തിനും അടിസ്ഥാനം ജ്ഞാനമാണ് കർമ്മങ്ങൾക്ക് എന്ന് കരുതിയിട്ട് ഇതെല്ലാം നിർമ്മിച്ചിട്ട് പുത്രന്മാരെ സമർപ്പിച്ചിട്ടും സർഗവൃദ്ധിം സൃഷ്ടി എന്നുള്ള ആ സൃഷ്ടിയുടെ വർധനവ് അപ്രാനവാൻ പറഞ്ഞാൽ പ്രാപിക്കാത്തവനായി സൃഷ്ടി വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം തവ പദാംബുജം വീണ്ടും ഭഗവാനെ തന്നെ ആശ്രിത അബോധ് ആശ്രിതനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചു സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. അതായത് ഇതൊക്കെ വിദ്യകളൊക്കെ സൃഷ്ടിച്ചിട്ടും സൃഷ്ടി അഭിവൃദ്ധിപ്പെട്ടു വരുന്നില്ല. അപ്പോൾ മനസ്സിലാവുകയാണ് ഭഗവാനെ തന്നെ ആശ്രയിക്കണം, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ എന്ന്. അതായത് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ആരെയാണ്? തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന്. അതായത് നമ്മൾ പഠിച്ചു, മനസ്സിൽ നിന്ന്, മടിയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ സൃഷ്ടിച്ചത് മഹർഷിമാർ. അപ്പോൾ സനകാദികള്, മരീചി തുടങ്ങിയവരൊക്കെയാണ് പുത്രരായി സൃഷ്ടിച്ചിട്ട് സൃഷ്ടികർമ്മം വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജ്ഞാനത്തിൻ്റെ അടിത്തറയിലെ കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ മുഖത്തുനിന്ന് തന്നെ വേദങ്ങളും പുരാണങ്ങളൊക്കെ വേദാംഗങ്ങളായ വിദ്യയൊക്കെ സൃഷ്ടിച്ചിട്ട് പുത്രന്മാർക്ക് തന്നെ അത് സമർപ്പിച്ചിട്ടും വീണ്ടും സൃഷ്ടി വർധനവ് നടക്കുന്നില്ല എന്ന് പറയണം. എന്തൊക്കെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്ന വേദങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങൾ, ഋക്ക്, യജസ്, സാമം, അഥർവം, 4 വേദങ്ങൾ. അതിൻ്റെ ഉപവേദങ്ങൾ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, പിന്നെ വേദാംഗങ്ങൾ ശിക്ഷ, വ്യാകരണം മുതലായവ, ശാസ്ത്രങ്ങൾ ന്യായം, ധർമ്മശാസ്ത്രം, അങ്ങനെ കുറേ എല്ലാം സൃഷ്ടിച്ചിട്ട് തൻ്റെ പുത്രന്മാരിൽ സമർപ്പിച്ചിട്ടും ഒന്നും വീണ്ടും സൃഷ്ടിവർദ്ധന നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ സൃഷ്ടിയുടെ തുടക്കത്തിലുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുരാണങ്ങളും ശാസ്ത്രങ്ങളും വേദങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾക്ക് തോന്നും. അതൊക്കെ പൂർവ്വകൽപ്പത്തിൽ തന്നെ ഉണ്ട്. അതൊന്നും ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് എന്നും ഇവിടെ
ഉള്ളത് തന്നെയാണ്, അനാദിയാണ് ഈ അറിവെല്ലാം. ഇതെല്ലാം ഉണ്ടായിട്ടും തൻ്റെ പുത്രന്മാർക്ക് അത് അറിവ് കൊടുത്തിട്ടും സൃഷ്ടിവർധന നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെത്താൻ മനസ്സിലാവാണ്, സൃഷ്ടി നടക്കുന്നില്ല, ഭഗവാന്റെ അനുഗ്രഹം ഇക്കാലത്ത് ഉണ്ടായില്ല എന്ന് ബ്രഹ്മദേവിന് മനസ്സിലായി. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ ആശ്രയിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ സാധാരണക്കാരായി നമുക്കും എല്ലാം അറിയാം, നമ്മൾക്കത് ചെയ്യാം പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്കുള്ള ഒരു ഉപദേശം കൂടിയാണ്. എന്ത് അറിവുണ്ടെങ്കിലും, കാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹമില്ലാതെ ഒന്നും അത് നടക്കണമെന്നോ വിജയിക്കണമെന്നോ ഇല്ല. അപ്പം എല്ലാത്തിനും നമ്മൾ ആദ്യം ഭഗവാനെ ആശ്രയിക്കണം ഭക്തിപൂർവം എന്ന് നമുക്കൊരു ഉപദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ജാനന്നുപായമദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയം സ്ത്വം ഗോവിന്ദമാരുതപുരാതിപരുന്ധിരോഗാൻ. ഹരേ കൃഷ്ണ. പദം പിരിക്കുമ്പോൾ 10ാമത്തെ ശ്ലോകം ജാനൻ പ്ലസ് ഉപായം പ്ലസ് അധ. അപ്പോൾ ജാനൻ ഉപായമധ ദേഹം പ്ലസ് അജഹ വിഭജ്യ സ്ത്രീ പുംസഭാവം അഭജൻ മനു തത് വധൂഭ്യാം. ഇവിടെ മനു പറയണത് മന്വന്തരത്തിലത്തെ മനുവിനെയാണ് പറയണത്. മനുവും മനുവിൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ സൃഷ്ടിക്കുകയാണ്, ഉണ്ടാക്കുകയാണ് ബ്രഹ്മാവ് ചെയ്യണത്. അപ്പോൾ സ്ത്രീ പുംസഭാവത്തിൽ മനുവും മനുവിൻ്റെ ഭാര്യയും സൃഷ്ടിച്ചു. താഭ്യാം ച മാനുഷ കുലാനി വിവർധയൻ ത്വം ഗോവിന്ദമാരുത പുരാധിപ രുന്തിരോഗാൻ എന്ന്. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ അധ പറഞ്ഞാൽ പിന്നെ, എന്തിന് പിന്നെ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ, ഭഗവാനെ ആശ്രയിച്ചതിന് ശേഷം എന്നർത്ഥം. ഉപായം ജാനൻ, ബ്രഹ്മാവിന് തന്നെ ഉപായം മനസ്സിലായി, എന്താണെന്ന് അറിഞ്ഞു ബ്രഹ്മാവ്, ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അജനായ അദ്ദേഹം ദേഹം വിഭജ്യ, ദേഹത്തെ വിഭജിച്ചു, ബ്രഹ്മാവിൻ്റെ ദേഹത്തെ രണ്ടാക്കി വിഭജിച്ച് സ്ത്രീ പുംസഭാവത്തിൽ ചെയ്തു. അതായത് മനുവും മനുവിൻ്റെ ഭാര്യയുമായിട്ട്, ഓരോ മനുതരത്തിലും ഓരോ മനു ഉണ്ടാവും. ആ മനുവും മനുവിൻ്റെ പത്നിയുമായിട്ട് അവരെ ചെയ്തിട്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഭാവത്തിൽ അവരെ സൃഷ്ടിച്ചു, തൻ്റെ ശരീരത്തിനെ തന്നെ പകുത്തിട്ട്. അങ്ങനെ ഗോവിന്ദമാരുതപുരാധിപ ഹേ ഗുരുവായൂരപ്പ, താഭ്യാം പറഞ്ഞാൽ അവരാൽ, മനുവും മനുവിൻ്റെ ഭാര്യയാലും ഇരുവരാലും മാനുഷകുലാനി ഈ മനുഷ്യവംശങ്ങളെ വിവർധയൻ ത്വം വിശേഷേണ വർദ്ധിപ്പിക്കുന്നതിനായി നിന്തിരുവടി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ മനുഷ്യവംശം വർദ്ധിച്ചു വന്നു. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നിരോധിച്ചാലും അല്ലെങ്കിൽ തടഞ്ഞാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ബ്രഹ്മാവിന് ഭഗവാൻ തന്നെ ഒരു ഉപായം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരീരം വിഭജിച്ചിട്ട് മനുവും മനുവിൻ്റെ പത്നിയും ആയിട്ട് അവരിലൂടെ സ്ത്രീ പുരുഷന്മാർ എന്ന ഭാവത്തിൽ വർദ്ധിപ്പിക്കുകയാണ്, സൃഷ്ടി വർദ്ധിപ്പിക്കുകയാണ്. അഭിവൃദ്ധിക്കായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ ആശ്രയിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടികർമ്മത്തെ അനുസ്യൂതം വർദ്ധിപ്പിക്കാനുള്ള ഉപായം മനസ്സിൽ തോന്നിച്ചു. ആ മുൻപുണ്ടായ സൃഷ്ടികളൊക്കെ ബ്രഹ്മാവിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നുമൊക്കെ ആയിരുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഓരോ സമയത്തെയും എന്താണ് മാനസിക ഭാവം അതിനനുസരിച്ചിട്ടായിരിക്കും ആ പുത്രരും ഉണ്ടാവുക. ബ്രഹ്മാവിന് ഒരു സമയത്ത് ദേഷ്യം കുറച്ച് വന്ന സമയത്താണ് പുരുകക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് രുദ്രനുണ്ടായത്. ആ രുദ്രൻ്റെ സൃഷ്ടി സഹിക്കാൻ പറ്റാതെ ഇനി നീ സൃഷ്ടിക്കണ്ട എന്ന് മടക്കം പറയേണ്ടി വന്നു. ഇവിടെ ബ്രഹ്മാവിൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ ഇപ്പോൾ ഒരു ഉപായം കൊടുത്തിരിക്കുന്നു, സ്ത്രീയും പുരുഷനുമായിട്ട് സ്വയം വിഭജിച്ച് അവയുടെ സംയോഗത്താൽ പ്രജകളെ സൃഷ്ടിക്കുക എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ പകുത്ത് സ്വയംഭൂ മനുവും ശതരൂപ എന്ന സ്ത്രീയുമായി രൂപം കൊണ്ടു ആദ്യത്തെ മനുവും ഭാര്യയും അവരുടെ ചേർച്ചയിൽ നിന്ന് സന്താന പരമ്പരകൾ ഉണ്ടാവുകയാണ് ഈ ലോകത്ത്. അങ്ങനെ മനുഷ്യവംശങ്ങളുടെ അനന്ത പരമ്പര ഉണ്ടായി. അതിൻ്റെ തലമുറയാണ് ഇന്ന് ഈ കാണുന്ന മനുഷ്യവർഗങ്ങളെല്ലാം.
ഇവിടെ പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവ് തന്നെ ആണ് സ്വയംഭൂവും ശതരൂപിയുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണം കൊണ്ട് അങ്ങനെയാണ് ഇവിടെ സൃഷ്ടി വർദ്ധിക്കുന്നത്. അതുണ്ടായാലേ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അപ്പം സ്ത്രീയും പുരുഷനും രണ്ടുപേരുടെയും വ്യക്തിത്വം നിലനിൽക്കെ തന്നെ അവരുടെ അല്പമാത്രമായ സംയോഗത്തിൽ നിന്ന് രണ്ടുപേരുടെയും ചില അംശങ്ങൾ ചേർന്നിട്ട് അവർക്ക് മക്കളുണ്ടാവുകയാണ്. അവരുടെ മക്കളാണ് പ്രിയവ്രതൻ, ഉത്താനപാതൻ എന്ന 2 പുത്രന്മാരും ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന 3 പുത്രിമാരും ഉണ്ടായത്. ഇവരിൽ ആഹുതിയെ രുചി എന്ന പ്രജാപതിയും ദേവഹൂതിയെ കർദമൻ എന്ന പ്രജാപതിയും പ്രസൂതിയെ ദക്ഷൻ്റെയും പ്രസൂതി കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സതിയുടെ കഥയൊക്കെ നമ്മൾ ഇതിന് ശേഷം വരും ഇനി. അങ്ങനെ ആ മിഥുനങ്ങളുടെ ശരീരവും മനസ്സുകളുടെയും കലാംശങ്ങൾ ചേർന്ന് പുതിയ തലമുറ അവരുണ്ടായി. പ്രജകൾ ഒരുപാട് ലോകത്തിലുണ്ടായി. അതിൽ ആണും പെണ്ണും പിന്നെയും ഉണ്ടായി. അവരിലുള്ള ചർച്ച പിന്നെയും ഉണ്ടായിട്ട് സ്വഭാവവും അവരുടെ വിശേഷവും എല്ലാം മാറ്റമായിട്ട് ഭിന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി വന്നു. ആ വ്യക്തികളുടെ പരമ്പരകൾ പിന്നെ കുലങ്ങളും ഗോത്രങ്ങളുമായിട്ട് മാറാൻ തുടങ്ങി. ഒരുപാട് വർധനവ് വന്നപ്പോൾ അങ്ങനെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവരുടെ ദാമ്പത്യത്തിൽ നിന്ന് പുതിയ വർഗ്ഗങ്ങൾ പിന്നെയും ഉണ്ടായി. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇപ്പോൾ സൃഷ്ടിയിലെ വർധനവിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ വിവിധ സ്വഭാവമുള്ള ജീവികളും വർഗ്ഗങ്ങളൊക്കെ തുടർച്ചയായിട്ടുണ്ടായപ്പോൾ ലോകത്ത് എന്തുണ്ടാവും? കലഹങ്ങളും രോഗങ്ങളും എല്ലാം ജീവികൾക്ക് ബാധകമായി. അധർമ്മം കുറേയൊക്കെ വരാൻ തുടങ്ങി. അവയുടെ പരിഹാരത്തിന് എന്ത് വേണം? അതിൻ്റെ മാർഗങ്ങളും ഭഗവാന്റെ പ്രേരണ കൊണ്ടുണ്ടായി. അങ്ങനെ അധർമ്മത്തിൽ നിന്ന് ധർമ്മം ലോകത്ത് നിലനിർത്താനാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടി വർദ്ധിച്ച് വന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും ഇത് നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി ഈ 10ാമത്തെ ദശകം ഒന്ന് പൂർണ്ണമായിട്ട് ചൊല്ലിയിടാം. ഹരേ കൃഷ്ണ നാരായണ. ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠവർദ്ധിതബലോധ ഭവത്പ്രസാദാദ് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്താസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോഭഭേദിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനസ്തേനെ ത്വദീയചരണസ്മരണം വിശുദ്ധ്യേ താവത് സസർജമനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി ദുതേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃർണവാണിം താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമദ്യദോ ജനിമൃഡോ ഭവദേകദേശഃ നാമാനി മേ കുരുപദാനി ച വിരിഞ്ചേതി ആദോ രുരോധ കില തേന സരുദ്രനാമാ ഏകാദശാഹ്വയദയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാവിരജനായ ച സാദരം തം രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാ സൃജതപശ്ചരമംഗളായേതി ആജഷ്ടദം കമലഭൂർഭവദീരിതാത്മാ തസ്യാദസർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യഃ അങ്കാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷോ
ശ്രീനാരദശ്ച ഭഗവൻ ഭവദം ഗൃദാസഃ ധർമാദികാനഭിസൃജന്നത കർധമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈः സനകദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചन् വേദാൻ പുരാണനിവഹാനഭി സർവവിദ്യാഃ കുർവൻ നിജാനനഗണാ ചതുരാനനോऽസോ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാണവംസ്തവ പദാംബുജമാശ്രിതോऽഭൂത് ജാനന്നുപായമധദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനുവതദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീഹരയേ നമഃ.